സന്തോഷവും ശാന്തിയും നഷ്ടപ്പെട്ട് ഒരു ശൂന്യമായ അവസ്ഥയിലാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? സത്യത്തിൽ ജീവിതം ഇത്രമാത്രം നിരർത്ഥകമാണോ? ഓരോ നിമിഷവും എന്തെല്ലാം വ്യാകുലതകളാണ് നാം അനുഭവിക്കുന്നത്. പൂക്കളെയും കിളികളെയും പ്രകൃതിയെയും മാറോടണച്ച ആനന്ദപൂർണമായ ബാല്യകാലം എന്നു മുതലാണ് നമുക്ക് അന്യമായത്? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയുടെ അവസാന ഭാഗം ഫലപ്രദമായ ഒരു മെഡിറ്റേഷൻ ടെക്നിക് ലളിതമായി വിശദീകരിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വലിയ ആത്മീയ ഗ്രന്ഥങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യ വിവരത്തെയാണ് ഇന്ന് നമ്മൾ ചുരുളയിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണത എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്താണെന്നും അതിൻ്റെ പ്രായോഗികത ലങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിരവധി കർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷേ കർമ്മം ചെയ്യുന്ന നിമിഷം നമ്മുടെ ശ്രദ്ധ ചെയ്യുന്ന കാര്യത്തിലാണോ അതോ മറ്റ് ചിന്തകളിലാണോ? സ്വയം വിലയിരുത്തി നോക്കൂ. തൻ്റെ കർമ്മമേഖലകളുടെ അതിരുകൾ ഭേദിച്ച് കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ അലയുന്ന തൻ്റെ മനസ്സിനെ തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു കലയാണിത്. നിത്യാഭ്യാസവും ക്ഷമയും ഉണ്ടെങ്കിൽ ഏത് സാധാരണക്കാരനും പ്രാപ്തമാകുന്ന വിദ്യയാണിത്. ഈ ജ്ഞാനം നേടിയ വ്യക്തികളിൽ അവർണ്ണനീയമായ മാറ്റങ്ങൾ തന്നെ പ്രകടമായി തുടങ്ങും. അത് നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നാം ഭക്ഷണം കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും പല്ല് തേക്കുമ്പോഴും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മുടെ ശ്രദ്ധ എവിടെയാണ്? ചെറിയ കുട്ടികളെ നിരീക്ഷിക്കുക. അവരുടെ ഓരോ നിമിഷവും എത്രമാത്രം ആസ്വദിച്ചാണ് ചിലവഴിക്കുന്നത്. അവർ തീർത്തും മൈൻഡ്ഫുൾ ആണ്, കാരണം അവർ പ്രസൻറ്റിൽ ആണ്. ഒരു ചിന്തയും അവരെ അലട്ടുന്നില്ല. നമ്മൾ മുതിർന്നവരായപ്പോൾ ഒട്ടനവധി ചിന്തകളും വേർതിരിവും നമ്മുടെ മനസ്സിൽ കടന്നു വന്നു. നാം എപ്പോഴും നിലനിൽക്കുന്നത് ഭൂതകാല ചിന്തകളിലോ അല്ലെങ്കിൽ ഭാവിയിലെ ചിന്തകളിലോ ആയിരിക്കും. ഒരിക്കലും ഉത്തരം ലഭിക്കാത്ത നെഗറ്റീവോ പോസിറ്റീവോ ആയ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു. നമ്മൾ സത്യത്തിൽ ജീവിക്കുകയാണോ? യേശുദേവന്റെ മഹത്തായ വചനം നമുക്ക് ഇവിടെ കൂട്ടിച്ചേർക്കാം. ആത്മാവിൽ ദരിദ്രരായവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ചിന്തകളുടെ കുത്തൊഴുക്കില്ലാത്ത ആത്മാവിൻ്റെ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ ചെറുതും വലുതുമായ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നമ്മൾ പല്ല് തേക്കുന്ന സമയം നമ്മുടെ മനസ്സിനെ പല്ല് തേക്കുന്ന ആ കർമ്മത്തിലേക്ക് ബോധപൂർവം കൊണ്ടുവരിക. അതിൻ്റെ ഓരോ സംവേദനവും അറിയുക. അതേപോലെ ഭക്ഷണം കഴിക്കുന്ന സമയം, നടക്കുന്ന സമയം, ജോലിയിൽ ഏർപ്പെടുന്ന സമയം അതിൽ മാത്രം മുഴുകി ചെയ്യാൻ ശ്രമിക്കുക. തെന്നിമാറുന്ന ചിന്തകളിൽ നിന്ന് മനസ്സിനെ ബോധപൂർവം വളരെ കരുതലോടെ തന്നിലേക്ക് കൊണ്ടുവരിക. മെല്ലെ മെല്ലെ മനസ്സിനെ നമുക്ക് മെരുക്കിയെടുക്കാം. ക്ഷമാപൂർവം ചെയ്യുക. അടുത്തതായി മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്ന് വിവരിക്കാം. മെഡിറ്റേഷൻ ചെയ്യാനുള്ള നല്ല സമയം അതിരാവിലെയോ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പോ ആണ്. നല്ല ശാന്തമായ ഒരു സ്ഥലം ഇതിനായി തിരഞ്ഞെടുക്കുക. നട്ടെല്ല് നിവർത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷനിൽ കണ്ണടച്ച് ഇരിക്കാം. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരം അടിമുടി റിലാക്സ് മോഡിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ആദ്യം തൻ്റെ ഇരു കാലുകളും കാൽമുട്ടും തുടകളും അരക്കെട്ടിൻ്റെ ഭാഗങ്ങളും പൂർണ്ണമായി റിലാക്സ് ചെയ്യുക. ശേഷം തൻ്റെ ശ്രദ്ധ അടിവയർ, നെഞ്ച്, പുറം, ഇരു കൈകൾ എന്നിവയിൽ കേന്ദ്രീകരിക്കുക. അവ പൂർണ്ണമായി അയഞ്ഞിരിക്കട്ടെ. തൻ്റെ കഴുത്ത്, കണ്ണ്, മൂക്ക്, നെറ്റിത്തടം, ചെവി, മുഖത്തെ എല്ലാ മാംസപേശികളും പൂർണ്ണമായും റിലാക്സ് ആവട്ടെ. ഇപ്പോൾ ശരീരം പൂർണ്ണമായി അയഞ്ഞ് ഭാരരഹിതമായ അവസ്ഥയിൽ ആയിരിക്കുന്നത് അനുഭവം ചെയ്യുക.
ശേഷം തൻ്റെ ശ്രദ്ധയെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരിക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ബലപ്രയോഗവും ഉണ്ടാകരുത്. വളരെ സ്വാഭാവികമായി ചെയ്യേണ്ട ഒരു ഒബ്സർവേഷൻ മെഡിറ്റേഷൻ ടെക്നിക് ആണ് ഇത്. ഒരു തരത്തിലുള്ള നിയന്ത്രണവും മുൻവിധിയും ഇവിടെ ഉണ്ടാവരുത്. തൻ്റെ സ്വാഭാവികമായ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ സമയം മനസ്സ് മറ്റു വിഷയങ്ങളിലേക്ക് പോകും. അത് സാരമില്ല, അത് മനസ്സിൻ്റെ സ്വഭാവമാണെന്ന് അറിയുക. ഒരു വിധിയും കൂടാതെ ശ്രദ്ധയെ തൻ്റെ ശ്വാസത്തിൽ തന്നെ കൊണ്ടുവരിക. ആവർത്തിച്ചു ചെയ്യുക. മനസ്സ് അടങ്ങിക്കൊള്ളും. തുടക്കക്കാർ 15 മുതൽ 20 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് ദിവസം തുടർച്ചയായി ചെയ്യുന്ന പക്ഷം ചിന്തകൾ കുറയുന്നതായും മനസ്സ് ശാന്തമാകുന്നതായും അനുഭവമാകും. ഈ ഒരു മെഡിറ്റേഷൻ കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാവുക പരിശോധിക്കാം. തൻ്റെ ജോലിയിലും പഠനത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. നല്ല ഏകാഗ്രതയും വിവേചന ബുദ്ധിയും കൈവരും. ചിന്തിക്കുന്ന കാര്യത്തിലും ചെയ്യുന്ന കാര്യത്തിലും കൃത്യതയും വ്യക്തതയും ഉണ്ടാവും. മനസ്സിൽ ശാന്തിയും ആനന്ദവും കൈവരുന്നതോടെ ഉയർന്ന വ്യക്തിത്വത്തിന് ഉടമയാകും. വൈകാരിക തലം എപ്പോഴും പോസിറ്റീവായിരിക്കും. മറ്റുള്ളവരോട് കരുണ, ദയ എന്നീ ഭാവങ്ങൾ പ്രകടമാവും. ഇതിൻ്റെ മെഡിറ്റേഷൻ കമൻട്രി അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.